നിന്നെ ഞാനൊന്ന് കൊല്ലുപടി തള്ളേ. പിന്നെ എന്നെക്കാട്ടി 4 വയസ്സിന് മൂത്ത നിന്നെ ഞാൻ അനിയത്തിന്ന് വിളിക്കാടി പരട്ടക്കളവി. എന്റെ മുടിന്ന് വിടറി. വെറും 20 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കരുതി 21 വയസ്സ് 3 മാസമായപ്പോ എന്റെ കൂടെ ഇറങ്ങി വന്നേക്കുന്നു തള്ള ആന്റി. അയ്യോ നിനക്ക് ഭ്രാന്തായി. നിനക്ക് പ്രേമിക്കാനായിട്ട് വേറെ പിള്ളേരുത് കിട്ടി കടക്കി പോയോ? സെബാസ്റ്റ്യൻ, നീ ഇത് എന്ത് ഭാവിച്ചാ? ആ സൂസിൻകാരൻ കാരണം ഭയങ്കര പ്രശ്നമാവും. 2 ആളും പുറത്താക്കും. പിന്നെ എങ്ങോട്ട് പോകുന്ന? വീട്ടിൽ കയറ്റോ? ഇല്ലല്ലോ. നിങ്ങൾ എന്തിനാ സെബാസ്റ്റ്യനെ മാത്രം കുറ്റം പറയണേ? ഇവരെക്കാളും 4-5 ദിവസം പ്രായമില്ലേ അമ്മച്ചിക്ക്? അല്ല ജസ്റ്റ് ചേച്ചിക്ക് അതിന്റെ ഒരു പക്വതയെങ്കിലും കാണിച്ചൂടെ ജസ്റ്റ് ചേച്ചി? ജസ്റ്റ് ചേച്ചി, ഇവൻ ഒരു കൊച്ചു കുട്ടിയല്ലേ, അപ്പോ ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ ചേച്ചിയല്ലേ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അല്ലേ ജസ്റ്റ് ചേച്ചി? എടാ അല്ല ജസ്റ്റ് ചേച്ചി, അല്ല ജസ്റ്റ് ചേച്ചി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, ജേസിന്ന് വിളിച്ചാൽ മതി. നിന്നെക്കാൾ 4 വയസ്സ് മൂത്തെന്ന് അറിഞ്ഞോണ്ടല്ലേ നീ ജെസ്സിനെ ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എന്താ എന്റെ പ്രശ്നമോ? സെബാസ്റ്റ്യൻ, സെബാസ്റ്റ്യൻ എനിക്ക് 7 മണി എപ്പോ പഠിക്കേ പ്ലീസ്, ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. അതൊന്നും പറഞ്ഞേ. സെബാസ്റ്റ്യൻ എന്താ? നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് കുളി കഴിഞ്ഞിട്ട് ടവൽ ഇങ്ങോട്ട് എടുത്തുന്ന്. സെബാസ്റ്റ്യൻ എന്താ? നിന്നോട് ഞാൻ പറഞ്ഞില്ല സീനിൽ ഇങ്ങനെ പാത്രം കൂട്ടിയിടുന്ന്. ഒന്ന് കഴിക്കേ. എത്ര നേരം സാധനം വാങ്ങാൻ പോയിട്ട്? ആഹാ വരുവാ. വേഗം സൂക്ഷിച്ചു വന്നേ. അവിടെ ഒന്ന് ആരമായി നോക്കുക, അകത്ത് കയറിക്കേ. ആ കേറി. ഈ 24 മണിക്കൂറും ഇത് നോക്കിയിരിക്കാതെ ആ വാഷിംഗ് മെഷീനോട് തുണി വിളിച്ചിട്ട് എല്ലാത്തിനും ഇങ്ങനെ ഓർഡറിങ്ങാ. ഇവിടെ ആര്? എന്റെ ബോസാ? അത് ടീച്ചറാ? ഇവള് പറയുന്ന അടിമയായിട്ട് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ സെബാസ്റ്റ്യൻ വിചാരിച്ചാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അതൊക്കെ ചെയ്യിപ്പിച്ചത് നിനക്കൊരു ഉത്തരവാദിത്വം വരാനും ഒരു പഞ്ചായത്തൊക്കെ ലൈഫിൽ വരാൻ വേണ്ടി മാത്രമാ. നീ ആരുടെ എന്നെ ഇതൊക്കെ പഠിപ്പിക്കാൻ? നിങ്ങൾ നിർത്തി. നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് ആലോചിച്ച് നോക്കിയേ, എന്നിട്ട് തീരുമാനിക്കും തമ്മിൽ തല്ലി ചാവണം. എന്താ ഉദ്ദേശം? പ്രേമിക്കാൻ. നിനക്ക് എത്ര വയസ്സുണ്ട്? 20. എനിക്ക് 24. ആ ഒരു പ്രശ്നമല്ല, എനിക്കിഷ്ടം. ബൈ.
എടോ ആ? തന്റെ പേരെന്താ? പേരൊന്നും അറിയണ്ടോ ഇയാളെ പ്രേമിക്കാൻ ഇറങ്ങിയത്? ജെസ്സി. ജെസ്സി. ആ, മോന്റെ പേരെന്താ? മോനോ? കഷ്ടമുണ്ട് കേട്ടോ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാ. എനിക്ക് ജെസ്സിനെ കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ ജെസ്സി എന്നെ ഇഷ്ടപ്പെടണം. എന്ത് ക്രിഞ്ചാണ് സെബാസ്റ്റ്യൻ. പ്രേമാകുമ്പോൾ കുറച്ച് ക്രിഞ്ചൊക്കെ കാണും. ഇവിടെ ഇപ്പോൾ ആരാ ക്രിഞ്ച് ഡയലോഗ് ഇല്ലാതെ പ്രേമിച്ചിട്ടുള്ളത്? ജെസ്സി, ഐ ലവ് യു. ജെസ്സി. സെബാസ്റ്റ്യൻ, ഇത് മോന്റെ പ്രായത്തിന്റെ പുറത്ത് തോന്നുന്ന ഒരു ഇൻഫാറ്റുവേഷൻ മാത്രമാണ്. എൻ്റെ ജെസ്സി, നീ ആദ്യം മോമിലൊന്ന് നിർത്ത്. ഞാനത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഈ പ്രായത്തിന്റെ പുറത്ത് നീ എന്നെ അവോയ്ഡ് ചെയ്യാന്ന് വിചാരിക്കണ്ട. പിന്നെ നിന്റെ കണ്ണിലുണ്ട് നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന്, അല്ലേ? അല്ല, ഇനി ഈ കാര്യം പറയാൻ എന്നെ ശല്യം ചെയ്യരുത്. ജെസ്സി, ഒരു മിനിറ്റ്. നീ എന്തിനീ പേടിക്കുന്നേ? ഈ സൊസൈറ്റിനെയോ അതിൻ്റെ വീട്ടുകാരെയോ? അവരൊക്കെ എത്ര നാളിത് പറയും? എത്ര നാൾ ഇവർക്ക് നമ്മളെ അകറ്റി നിർത്താൻ പറ്റും? ഇതൊക്കെ നോർമൽ അല്ലേ? അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും ജെസ്സി. നീ ഒന്ന് ഓക്കെ പറ പ്ലീസ്. ഞാൻ പേടിക്കുന്നത് ഇതൊന്നും അല്ല സെബാസ്റ്റ്യൻ. പിന്നെ നിന്റെ ഏജ്. എൻ്റെ ജെസ്സി, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? സച്ചിൻ, വിരാട് കോഹ്ലി, പ്രിയങ്ക ചോപ്ര ഇവരൊക്കെ കെട്ടിയത് അവരെക്കാട്ടി പ്രായം കൂടി വരല്ലേ? പിന്നെ എനിക്കെന്ന് നിന്നെ കിട്ടിയ? സെബാസ്റ്റ്യൻ, ഞാൻ ഈ പറഞ്ഞ അഞ്ജലിയല്ല, അനുഷ്കയല്ല, പ്രിയങ്ക ചോപ്രയല്ല. സോ എന്നെ വെറുതെ വിട്ടേക്ക്. ജെസ്സി, നീ പേടിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത 20 വയസ്സുകാരുടെ അടുത്ത തീരുമാനമല്ല ഇത്. എനിക്ക് നല്ലോണം ഇഷ്ടമായോണ്ടാ. പൊന്നുപോലെ അല്ലെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിന്നെ നോക്കിക്കോളാം. സെബാസ്റ്റ്യൻ, ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക്. പെട്ടെന്ന് ഇപ്പൊ ഒന്നും പറയണ്ട. നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇന്ന് വൈകുന്നേരം കോമൺ പാർക്കിലൊന്ന് വാ, ഞാൻ അവിടെ ഉണ്ടാവും. സെബാസ്റ്റ്യൻ, ഒന്നും പറയണ്ട. ഇന്ന് വൈകുന്നേരം കാണാം, ഈവനിങ് കാണാം. സെബാസ്റ്റ്യൻ, ഞാൻ നടന്നാ വന്നേ, ബസ് കിട്ടിയില്ല, അതാ ലേറ്റായി. സോറി. വെള്ളം എന്തെങ്കിലും വേണോ? വേണോ? എന്നെ ഇഷ്ടമാണല്ലേ? എനിക്ക് നിന്നെക്കാളും ഒരു 5 വയസ്സിനൊക്കെ മൂത്ത ആളെ ഇഷ്ടമാണെങ്കിൽ മാത്രം പാർക്കിലേക്ക് വരാനാ പറഞ്ഞു. ഇഷ്ടമല്ല പിന്നെ എന്തിനാ വന്ന്? അത് കുന്തം. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. ഞാൻ കമ്മിറ്റഡായി.
ആ പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ആൾക്കെന്നെക്കാൾ ഇച്ചിരി ഏജ് കുറവാ. കുറവാന്ന് പറയുമ്പോ എത്ര? ഒരു 4 വയസ്സിൻ്റെ ഏജ് ഗ്യാപ്പ് ഉണ്ട് നിങ്ങളത്. ജെസ്സി, അതൊക്കെ പ്രശ്നാവില്ലേ? 4 വയസ്സെന്നൊക്കെ പറയുമ്പോ. എന്ത് പ്രോബ്ലം അവൻ സീരിയസ് എൻ്റെ കാര്യത്തിൽ. ഈ ഏജിൻ്റെ കാര്യത്തിൽ തോന്നിയ ഇഷ്ടമൊന്നും അല്ല അവൻ എന്നോട്. അവൻ ഭയങ്കര സീരിയസാണ്. എനിക്കും അവനെ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇന്നസെൻ്റാണ്. അതാ എനിക്ക് എന്തോ ഒരു ഇഷ്ടം അവനോട്. എന്നാലും ഒന്ന് ആലോചിച്ചിട്ടൊക്കെ. ഒന്നും ആലോചിക്കാനില്ല. അവനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് പൊക്കോട്ടെ. ശരി. ഒരുപാട് തല്ല് കിട്ടിയോ? കുറച്ചധികം. എന്നോട് ദേഷ്യമുണ്ടോ? ഇതൊന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പം. ഇല്ല, നമ്മളിതൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുള്ളതല്ലേ. നമുക്കറിയാലോ ഇത് ഇങ്ങനെയൊക്കെ വരുള്ളൂ. സാരമില്ല. നീ വല്ലതും കഴിച്ചായിരുന്നോ? പ്രായം കുറഞ്ഞ കൊച്ചിനെ പ്രേമിച്ച് വിട്ടത്തിന് എനിക്കിവിടെ തിന്നാനും കുടിക്കാനൊന്നും ആരും തന്നില്ല. എന്നാ കുറച്ച് പൊറോട്ടയും ബീഫ് കറി എടുക്കട്ടെ? പൊറോട്ടയും ബീഫ് കറിയോ? അമ്മ ഉണ്ടാക്കിയതാ. നിന്റെ അവസ്ഥ എങ്ങനെയാന്ന് ഞാൻ ഊഹിച്ചായിരുന്നു. എങ്ങനെയുണ്ട്? ഇത്രയൊക്കെ സഹിച്ചില്ലേ? എന്നെങ്കിലും എന്നോട് വന്നൂടെ? പോവാ. എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഇത്ര ഡീപ്പായിട്ട് സ്നേഹിച്ചിട്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത്? ആഫ്റ്റർ മാരേജ് ചേച്ചിയുടെ സ്വഭാവം മാറിയെന്ന് അവൻ എന്നോട് പറഞ്ഞേ. ചേച്ചിയുടെ ക്യാരക്ടർ മാറി. ഞാനാണ് മാറിയത്, സെബാസ്റ്റ്യനാണ് മാറിയത്. നിന്നോട് ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്ന്. എൻ്റെ ഏജും പ്രോബ്ലംസും ഒക്കെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് നീ കേട്ടോ? എന്നിട്ടിപ്പോൾ എനിക്ക് പ്രായം കൂടുതൽ, എന്നെ കാണാൻ കൊള്ളില്ല, ആൻറ്റിയെ പോലെ ചേച്ചിയെ പോലെ ബോഡി ഷേമിങ് കേട്ട് കേട്ട് ഞാൻ മടുത്തു. അതിൻ്റെ മേലെ അവൻ്റെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ കുറ്റപ്പെടുത്തി. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഞാൻ നിൻ്റെ ലൈഫിൽ നിന്ന് പോകണം, അത്രയല്ലേ ഉള്ളൂ. പോവുക പോരെ? സന്തോഷം. ഒന്ന് പോടി. സെബാസ്റ്റ്യൻ, എന്താ ഇത്? എടാ കളിക്കലടാ, വിളിക്കുന്നേ ചേച്ചീനെ. എനിക്ക് സൗകര്യമില്ല. ചേച്ചി ചേച്ചി എന്താണെന്നറിയില്ല, പെട്ടെന്ന് ബ്ലാക്കൗട്ടായി. ചേച്ചി ഓക്കെ അല്ലേ? വെള്ളം എന്തെങ്കിലും വേണോ? ചേച്ചി ഓക്കെ അല്ലേ? I think You think? I am pregnant. സേബു ബ്രോ, ജെസ്സി ചേച്ചിയുടെ വയറ്റിലെ ബേബി. എങ്ങോട്ടാ? നമ്മളൊക്കെ പറഞ്ഞു തീർത്തതല്ലേ, അത് മതി. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ഇതിപ്പോ എന്റെ കൂടെ കുഞ്ഞല്ലേ. നീ പോവാൻ പറഞ്ഞ എങ്ങനെ പോവാ? തനിക്ക് ഉറപ്പുണ്ടോ? ജെസ്സി ഓടാ.
എന്തിനാ വെയിൽ കൊള്ളുന്നേ? കുറച്ച് ദിവസത്തെ ലീവ് എടുത്തോടെ. തനിക്ക് എന്താ വേണ്ടത്? ഞാനും താൻ തന്നെ ഡിവോഴ്സ് ആവാൻ പോകല്ലേ, പിന്നെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? അതെങ്ങനെ ശരിയാവും? ഡിവോഴ്സ് ഒന്നും പറ്റത്തില്ല. ഈ വയറ്റിൽ കിടക്കുന്ന എന്റെ കൂടെ കൊച്ചല്ലേ. എന്റെ കൊച്ചിന് അച്ഛനില്ലാതെ വളർത്തുന്നത് ഞാൻ സമ്മതിക്കില്ല. സെബാസ്റ്റ്യൻ, എന്റെ വീടിന് നോക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്, അത് മതി. പിന്നെ പന്നപ്പോലെ അച്ഛൻ്റെ ലെവൽ എന്റെ കൊച്ചിന് ആവശ്യമില്ല. എന്റെ ജെസ്സി, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. സോറി, കഴിഞ്ഞ നിൽക്കുന്ന പോട്ടെ. നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഒന്ന് ശ്രമിക്ക്. എനിക്ക് വിശന്നിട്ടായ, നീ ഒന്ന് പോയി തരുമോ? എന്താ ശല്യം ഇത്? എന്തിനാ വന്നിരിക്കുന്നേ? എനിക്ക് വിശക്കണം സെബാസ്റ്റ്യൻ. അതെന്നെ ഒന്നുകൂടെ ഇരുന്നേ. എൻ്റെ ഭാര്യയും കൊച്ചും വെച്ചിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇവിടെ ചുമ്മാ ഇരിക്കുക. സർ, ഓർഡർ പ്ലീസ്. എനിക്കൊരു കോഫി, ഇവിടെ ഒരു ഓറഞ്ച് ജ്യൂസ്. ഓക്കെ സാർ. എക്സ്ക്യൂസ് മീ, യെസ് മാം. എനിക്കെന്താ വേണ്ടേന്ന് ചോദിച്ചോ? സോറി മാം, എന്താ വേണ്ടേ? 1 ഓറഞ്ച് ജ്യൂസ്. പിന്നെ ഇവിടെ എന്താ സ്പെഷ്യലായിട്ട് കഴിക്കാൻ? സാർ, ഇവിടുത്തെ സ്പെഷ്യൽ ബർഗർ, സാൻഡ്വിച്ച്, പഴംപൊരി, ബീഫ്, പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റം വരുന്ന കട്ട്ലേറ്റ് ആണ് സാർ. എന്നാ കട്ട്ലറ്റ്സ് എടുത്തോ. ജെസ്സിക്ക് അതാ ഇഷ്ടം. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അത് ശരി, എൻ്റെ കുഞ്ഞിനമ്മേനെ എനിക്ക് പോയി നോക്കൂടെ? നിന്റെ കുഞ്ഞല്ല, എന്റെ കുഞ്ഞാ.